മലയാളികൾക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത റവന്യൂ മന്ത്രി കെ രാജനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത്. നമസ്കാരം. റവന്യൂ വകുപ്പ് ഈ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂർണ്ണമായും ഡിജിറ്റലൈസേഷനിലേക്കൊക്കെ തന്നെ റവന്യൂ വകുപ്പ് പൂർണ്ണമായും എത്തി. മറ്റേത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങി, പ്രത്യേകിച്ച് ഈ വൃദ്ധരായ മനുഷ്യരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ ഉണ്ടായതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അത് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുണ്ട്, ഈസി ആയിട്ടുണ്ട് കാര്യങ്ങൾ? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ റവന്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള റവന്യൂവും സർവേയും, ഈ 2 വിഭാഗത്തെയും സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒരു അപർണ പറഞ്ഞതുപോലെ ഒരു വലിയ ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകുന്ന 22 സർട്ടിഫിക്കറ്റുകളിൽ 21ലും ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ഓൺലൈൻ ആയി തന്നെ മറുപടി കിട്ടാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യം നമ്മൾ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കി. അതോടൊപ്പം നമ്മൾ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു പാലാണ് നമ്മുടെ എല്ലാ വർഷവും നടത്തുന്ന ലോക കേരള സഭ. ലോക കേരള സഭയുടെ മുമ്പാകെ 2ാമത്തെ എഡിഷനിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി വന്നത്, പ്രവാസികളായിട്ടുള്ള ആളുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും 2 ആഴ്ച കാലത്തെയോ 1 മാസക്കാലത്തെയോ ഒക്കെ ലീവിനായിരിക്കും വരുന്നത്. അപ്പോൾ അവരിവിടെ കൊടുത്തു പോകുന്ന ഒരു അപേക്ഷയിൽ ഒരു തുടർച്ച അവർക്ക് അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പുതിയ പോർട്ടൽ കേരളത്തിൽ ആരംഭിച്ചു. അവർ കൊടുക്കുന്ന അപേക്ഷകളിൽ ഏതെങ്കിലും വിധത്തിൽ അവർക്കതിൻ്റെ തുടർ നടപടികളെക്കുറിച്ച് അറിയാനോ വേഗത വർദ്ധിപ്പിക്കാനോ അവരുടെ സംശയങ്ങൾ ചോദിക്കാനോ പ്രവാസികൾക്കായിട്ടൊരു പോർട്ടൽ റവന്യൂ കേരളത്തിൽ ആരംഭിച്ചു. അത് വളരെ ഗുണകരമായി വന്നു. പക്ഷേ 3ാമത്തെ എഡിഷനിൽ UK, USA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമാത്രം പോരാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളിൽ മേൽ പണമടയ്ക്കൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് വിദേശത്തെ കൂടി ഉപയോഗപ്പെടുത്തണം, വിദേശത്ത് കൂടി സാധ്യത വരണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ട്രഷറി കൂടി കേരളത്തിൽ ഓപ്പൺ ആയതോടുകൂടി UK-യും സിംഗപ്പൂരും കാനഡയും USA-യും ഉൾപ്പെടെ ലോകത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന 10 രാജ്യങ്ങളിലെ ആളുകൾക്ക് കൂടി അവരുടെ പോക്കുവരവ്, തണ്ടപ്പേര്, നികുതി അടയ്ക്കൽ, തരം മാറ്റം, ഇങ്ങനെ തുടങ്ങുന്ന ആവശ്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ കൂടിയായി. അപ്പോൾ കേരളത്തിനകത്തുള്ളവർക്ക് മാത്രമല്ല, പ്രവാസ ലോകത്തേക്ക് കടന്നവർക്ക് പോലും തുറന്നിടപ്പെടുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു. അതായത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കരമടക്കി, പ്രത്യേകിച്ചും ഇപ്പോൾ കൂടുതലായി ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പഠനത്തിന്റെ ആവശ്യത്തിനായി അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾക്കായി. കുറച്ചധികം കഴിയുമ്പോൾ മാതാപിതാക്കളെ കൂടി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഭൂമി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അതിന് കൃത്യമായി നികുതി അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇനി ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ഇത്തരത്തിൽ നികുതി അടയ്ക്കാനുള്ള സാധ്യത കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഇത് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റവന്യൂ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആവശ്യമായ വിധത്തിൽ പറഞ്ഞതുപോലെ ഒരു അറിവായി കുറേ ആളുകൾക്കിടയിൽ എത്തിയിട്ടില്ല എന്നൊരു പേടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോക കേരള സഭ മുഖാന്തരവും നോർക്ക മുഖാന്തരവും ഈ കാര്യങ്ങൾ, ലോക കേരള സഭയിലെ അംഗങ്ങൾ മുഖാന്തരവും നോർക്ക മുഖാന്തരവും ഈ കാര്യങ്ങൾ കുറെ കൂടി വിദേശത്തുള്ള ആളുകളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു 2ാമത്തെ കാര്യം, ഇപ്പോൾ നേരത്തെ അപർണ പറഞ്ഞത് വളരെ ശരിയാണ്. പലയിടത്തും ഉപയോഗശൂന്യമായ വിധത്തിൽ കിടക്കുന്ന ഭൂമിക്കൊക്കെ യഥാർത്ഥത്തിൽ ഉടമസ്ഥന്മാരുണ്ട്. പക്ഷേ അവർ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ ഇവിടെ ഭൂമി ഇല്ല, മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ നാഴിയൂരി മണ്ണ് കേരളത്തിൽ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവർക്ക് ഭൂമി മേടിക്കുന്നതിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ 2 പ്രശ്നങ്ങളും തരണം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ സർവേ പ്ലാറ്റ്ഫോമും അതോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന പുതിയ സംവിധാനവും വരികയാണ്. അതാണ് ഏറ്റവും ആകർഷകമായ കാര്യം. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ 400 വില്ലേജുകളിൽ ഏതാണ്ട് പൂർത്തീകരിച്ച് അടുത്ത 200ലേക്ക് കടന്നിട്ടുള്ള ഇന്ത്യ തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഡിജിറ്റൽ റീസർവേ. RTK റോവർ എന്ന ഏറ്റവും പുതിയ അളവ് മാപിന് ഉപയോഗിച്ചുകൊണ്ട് ഒരു തർക്കവുമില്ലാതെ കേരളത്തിലെ ഭൂമിയുടെ 4 അതിരുകളും, ഇപ്പോൾ പ്രവാസത്തിലൊക്കെയുള്ള ആളുകൾക്കറിയാം, അവർ ഒരു മതിൽ കെട്ടിപ്പോയാൽ, ഒരു കല്ലിട്ട് പോയാൽ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം മസിൽ പവറുള്ളവൻ അത് ഊരി ഏതെങ്കിലും കനാലിൽ എറിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭൂമിക്കൊരു അതിരില്ല. ഇത് നമ്മുടെ ഭൂമിയുടെ എല്ലാ ബെൻഡുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ വാലി റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടിരിക്കുകയാണ്. അപർണ ഇവിടെ വരുന്നു, അപർണയുടെ ഭൂമി RTK റോവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അളക്കുന്നു. അളന്നു കഴിഞ്ഞാൽ ഇനി ഒരു മതിലില്ലെങ്കിലും എന്ന് തിരിച്ചു വന്നാലും
ആ വാലി ഏറ്റവും കൃത്യമായി ഒരു ഡിജിറ്റൽ വാലി എന്ന് ഞാൻ പറഞ്ഞത് മലയാളിയുടെ ഭാഷയിൽ ഒരു ഡിജിറ്റൽ പിന്നെ വാലി എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കുക എന്നൊരു വലിയ ദൗത്യം യഥാർത്ഥത്തിൽ ഡിജിറ്റൽ റീസർവേയിലുണ്ട്. 400 വില്ലേജുകളിൽ ഏതാണ്ട് അത് പൂർത്തിയായി 600ലേക്ക് അത് പടർന്നു. 1666 വില്ലേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 121 വില്ലേജുകൾ മാത്രമാണ് ഡിജിറ്റലായി നമ്മൾ അളന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം 1967 മുതൽ കൺവെൻഷൻ മെത്തേഡിൽ ചങ്ങല വലിച്ച് അടയാളപ്പെടുത്തി 1,47,000 എല്ലാറും കേസുകൾ കേരളത്തിലുണ്ട്. എല്ലാറും കേസുകൾ എന്ന് വെച്ചാൽ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രം. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ഡിജിറ്റൽ സർവേ നമ്മുടെ വില്ലേജിലുണ്ട്. നമ്മുടെ വില്ലേജിൽ ഒരു ഭൂമിയുടെ ആളിവിടെ ഇല്ല, പ്രവാസിയാണ്. അദ്ദേഹത്തിന് ഒരു ഓർഡർ വഴി നാട്ടിൽ ആരെങ്കിലും ചുമതലപ്പെടുത്താം ഇത് നോക്കാനായിട്ട്. അത് അയാളുടെ ഭൂമി എടുക്കലല്ല, അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ ഭൂമി അളക്കുക. 9-2 എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് സർവേ പൂർത്തീകരിച്ച് സർവേയുടെ കരട് പ്രസിദ്ധീകരിക്കുക. സാധാരണ നിലയിൽ 9-2 പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾക്ക് ആർക്കും അറിയില്ല. രജിസ്ട്രേഷൻ ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പ്രസിദ്ധീകരിക്കും. നമ്മൾ കേരളത്തിൽ തന്നെയുള്ളവർക്ക് എൻ്റെ അതിൽ അടയാളപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കില്ല. ഇത് എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും ഡിജിറ്റൽ ഡിവൈസിൽ അത് വരും. ആ അടയാളം കൃത്യമായിട്ട് വരും. അപ്പം നമുക്കതിൽ നോക്കി ഏതെങ്കിലും വിധത്തിൽ തർക്കം ഉണ്ടെങ്കിൽ അതിലെ ചുവന്ന ബട്ടൺ അമർത്തിയാൽ റവന്യൂ രേഖകൾക്ക് കൈമാറുന്നതിന് മുമ്പ് തർക്കമുള്ളവനെ കൂടി കേട്ടിട്ടായിരിക്കും ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിക്കുക. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു രണ്ടാം ഭൂപരിഷ്കരണമായിട്ട് വരാൻ വേണ്ടി പോകുകയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കേരളത്തിലേക്ക് ഈ സൊല്യൂഷൻ അന്വേഷിച്ചു വരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതൊരു പരിപാടിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തീരുമാനിച്ചു. കേരളം ലോകത്തിൻ്റെ മുമ്പേ നടക്കുന്ന സംസ്ഥാനമായിട്ട് മാറുകയാണ്. അപ്പം ഞങ്ങൾ ഈ കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻസ് അറിയാൻ വേണ്ടി വരുന്നവർക്കൊക്കെ വേണ്ടി ഒരു നാഷണൽ കോൺക്ലേവ് ഓൺ ഡിജിറ്റൽ സർവേ എന്ന വിഷയത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ അത്ഭുതപ്പെടുകയാണ് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ വരുമ്പോൾ 26 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇതിനകം ബന്ധപ്പെട്ട് കഴിഞ്ഞു. 19 സംസ്ഥാനങ്ങൾ അവരുടെ വില്ലിങ്നെസ്സും വരാനുള്ള ആളുകളുടെയും പേരറിയിച്ചു. ഈ ജൂൺ മാസം 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 25-ന് ഉദ്ഘാടനം ചെയ്ത് 26, 27 തീയതികളിൽ നടന്ന് 28 ആ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്നവർ മുഴുവൻ കേരളത്തിലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും നടക്കുന്ന ഈ സർവേ കാണാൻ ഉദ്യോഗസ്ഥന്മാർ പോവുകയാണ്. അത്രമാത്രം കേരളം അക്കാര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ റിസൾട്ട് ഇപ്പോൾ കുറച്ചൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പ്രശ്നം നമ്മളുമായി തീരെ വിരുദ്ധമായിട്ടുള്ള ചേരികളിലുള്ള ചില ആളുകൾ ചിലപ്പോൾ പല കാരണങ്ങളാൽ ഈ എടുക്കുന്ന അങ്ങനെ പ്രതിപക്ഷം എന്നല്ല അപ്പുറത്ത് ഭരണപക്ഷമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വരാനൊന്നും മടിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഇത്രമേൽ ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയിൽ മറ്റെവിടെയും ഈ ഡിജിറ്റൽ റീസർവേ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമാണ്. ഇതിൻ്റെ ഒരു തുടർ നടപടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് പണം അയച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു ഭൂമി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒരു ഭൂമി മേടിക്കുമ്പോൾ ഒന്നുകിൽ അളിയനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു ബിനാമി ഏൽപ്പിക്കും, ഒരു ബന്ധുവിനെ ഏൽപ്പിക്കും. അയാൾ നേരിട്ട് പോയി ഇപ്പോൾ എല്ലാ വകുപ്പുകളും അവരവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുകയാണ്. കാരണം ഒരു സാമാന്യം ഒരു ഡിജിറ്റൽ ലിറ്ററസി വന്ന എല്ലാ വകുപ്പുകളും ഡിജിറ്റൽ ആവുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഭൂമി ഇടപാടിന് ഡിജിറ്റൽ അതത് വകുപ്പുകളായതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളാണ് ആദ്യം തിരിച്ചറിയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യാണ്. അപർണ ബ്രിട്ടനിൽ നിന്ന് വന്ന് UK-യിൽ നിന്ന് വന്ന് ഇവിടെ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പണം അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് നമ്മൾ വന്നു. നമ്മൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേൾ എന്ന പോർട്ടലിൽ കയറി ഭൂമി രജിസ്റ്റർ ചെയ്യും. പേളിൽ നമ്മൾ എന്ത് കാണും? പേളിൽ നമ്മൾ ഈ ഭൂമി കാണും, ഭൂമി രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്ത ഭൂമി പോക്കുവരവ് നടത്താനും തണ്ടപ്പേര് പിടിക്കാനും ഒക്കെ പോകുമ്പോഴാണ് റവന്യൂ വകുപ്പിന്റെ അതിനുകൊണ്ട് പോർട്ടൽ പേൾ എന്നാണ് അതിന്റെ പോർട്ടലിന്റെ പേര്. പേളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നിലമാണ്, പുരയിടല്ല, കിടക്കുന്നത് പുരയിടാണെങ്കിലും നിലമാണ്. ഇതിന് എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ബാധ്യതയിലാണ്. ഇത് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ പോക്കുവരവ് നടത്താൻ പറ്റില്ല, തണ്ടപ്പേര് നടത്താൻ പറ്റില്ല. ഇതിൻ്റെ ഭൂമിക്ക് അടിസ്ഥാനപരമായ പട്ടയില്ല. ഈ മേടിച്ച ഭൂമിയുടെ ഉടമസ്ഥൻ ഇതുവരെ നികുതി അടച്ചിട്ടില്ല, അല്ലെങ്കിൽ 3 കൊല്ലമായിട്ട് നികുതി അടച്ചിട്ടില്ല. ഇതൊന്നും നമുക്കറിയാതെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ റിലീസിലായിരിക്കും ഈ വിവരങ്ങൾ. ഇനി നമുക്കറിയേണ്ടത് നമ്മളിപ്പോൾ ഈ മുറിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 4 അതിരുണ്ടാകും, 4 വശങ്ങൾ.
ആ 4 വശങ്ങൾ അടക്കുന്ന ഒരു സ്കെച്ചിനെയാണ് നമ്മൾ ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറയാം. ആ ലൊക്കേഷൻ സ്കെച്ച് സർവേ വകുപ്പിന്റെ ഇമാപ്പ് എന്ന് പറയുന്ന പോർട്ടലാണ്. അവിടെ ചെന്നാലേ ഇത് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് പോക്കുവരവ് അറിയില്ല, എൻകുംബറൻസ് അറിയില്ല, ടാക്സ് അടയ്ക്കണ്ടോന്ന് അറിയില്ല, ലൊക്കേഷൻ സ്കെച്ചും അറിയില്ല, പിന്നെ പട്ടയം ഉണ്ടോന്ന് അറിയില്ല, നിലമാണോ പുരയിടമാണോ എന്നറിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇമാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ആരംഭിച്ചു. അത് ഉൾജാർ ഉൾവാർ വില്ലേജിലാണ് ആദ്യം. മഞ്ചേശ്വരത്തെ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ് റവന്യൂവിലേക്ക് കൈമാറിയ വില്ലേജിലാണ് ആദ്യം നടപ്പിലായത്. ജൂൺ മാസം അവസാനമാകുമ്പോൾ ഒരു 100 വില്ലേജുകൾ കൂടി വരും. ആഗസ്റ്റ് ആകുമ്പോഴേക്കും അതൊരു 300 വില്ലേജുകളിലേക്കാകും, ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ നമുക്കൊരു മെച്ചം, ഇനി അവിടെ ഇരുന്നിട്ട് ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഭൂമിയുടെ വിവിധ വകുപ്പുകളിൽ നിന്നറിയേണ്ട 19 കാര്യങ്ങൾ എൻ്റെ ഭൂമി എന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടൽ, അതായത് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പും ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വരുമ്പോൾ ഇനി നടത്താൻ ഇനി കേരളത്തിൽ നടക്കില്ല. മറ്റൊന്ന്, നമ്മളിപ്പോൾ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് സംഭവിച്ചത്. ഈ വയനാട് എത്രത്തോളം പുനരധിവാസം മുന്നോട്ട് പോയിട്ടുണ്ട്, അതിന്റെ നടപടികൾ എത്രത്തോളം സംസ്ഥാനത്തിന് മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രവാസ ലോകം എത്രത്തോളം വലിയ കൈത്താങ് സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്? വയനാട് ഇപ്പോഴും നെഞ്ചിലെറിയുന്ന ഒരു കനലാണ്. ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായൊരു ദുരന്തം ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് സിംലയിലെ മഞ്ഞുമല ഇടിഞ്ഞപ്പോൾ പോലും ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നു. 1 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 298 ആളുകൾ മരിച്ച ഒരു ദുരന്തവും സമീപ ഭൂതകാലത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പുന്നപ്പുഴയുടെ തീരത്തുള്ള ഒരു ജനതയാകെ മരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡ് ഉൾപ്പെടുന്ന പുഞ്ചിരിമുറ്റം, മുണ്ടക്കൈ, എട്ടാമല, ആറാമല, ചൂരൽമല വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. അവിടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ മാത്രം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണവർഗ, ലിംഗ വ്യത്യാസമില്ലാതെ ഒരു ജനത നടത്തി ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ കഥയുണ്ട് യഥാർത്ഥത്തിൽ ചൂരൽമലയിലെ ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്വപ്ന നഗരം അവിടെ ഉയരുകയാണ്. ആളുകൾ ചോദിച്ചു, ഇപ്പം ചില ആളുകളൊക്കെ കണക്ക് പറഞ്ഞു, ഗവൺമെന്റിന് കിട്ടിയ കാശ് ഇത്ര, തകർന്ന വീട് ഇത്ര, അപ്പോൾ ഈ കിട്ടിയ കാശ് ഹരിക്കണം, തകർന്ന വീട് ആകുമ്പോൾ 2 കോടി രൂപ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അതല്ല കണക്ക്, എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതല്ല. വയനാടിനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട് വയനാട്ടിൽ ജന്മം കൊണ്ട ഭൂമി അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. പ്ലാന്റേഷൻ ഭൂമികളായിരിക്കും ഏറെക്കുറെല്ലാം. പ്ലാന്റേഷൻ ഭൂമി മുറിച്ചാൽ പിന്നെ അവിടെ വീട് വെച്ചാൽ അതിന് ആധികാരികമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും കിട്ടില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു സംഖ്യ ഒരു 20 ലക്ഷമോ 25 ലക്ഷമോ ഒക്കെ ഒരാളുടെ കയ്യിൽ ഭൂമി മേടിക്കാൻ കൊടുത്താൽ അയാൾക്ക് ഭൂമി മേടിക്കുക എളുപ്പമല്ല എന്ന് മാത്രമല്ല, അതിനെ തുടർന്നൊരു വീട് വെച്ച് അയാൾ ജീവിതം മുഴുവൻ സന്തോഷകരമാക്കാനുള്ള ഒരു സാധ്യതയില്ല. കേരളത്തിൻ്റെ ആർക്കൈവൈസിൽ, ഇന്ത്യയുടെ ആർക്കൈവൈസിൽ തകർക്കപ്പെട്ട ഒരു ദുരന്ത ഭൂമിക്ക് പകരമായി മറ്റൊരു നഗരമോ ഗ്രാമമോ ക്രിയേറ്റ് ചെയ്ത ഒന്നും ഞങ്ങൾക്ക് പഠിക്കാനും കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അതുകൂടിയുള്ള പ്രയാസങ്ങൾ നിൽക്കുമ്പോഴും ഒരു എസ്റ്റേറ്റ് തന്നെ എടുത്ത് 402ഓളം വീടുകൾ അവിടെ സ്ഥാപിച്ച് അവർക്ക് പൂർണ്ണമായൊരു നഗരം, ആ നഗരത്തിൽ വീട് മാത്രമല്ല, ആ നഗരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ട്, ആ നഗരത്തിൽ മാർക്കറ്റ് ഉണ്ട്, ആരാധനാലയങ്ങളുണ്ട്, അംഗനവാടി ഉണ്ട്, പിന്നെ ജിംനേഷ്യം ഉണ്ട്, കളിക്കളമുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിലൊരു നഗരം എന്താണോ, ഞങ്ങളിപ്പോൾ പുന്നപ്പുഴയുടെ തീരത്തുള്ള ഈ 3 വില്ലേജുകളിലെ മനുഷ്യരെ തകർന്ന അവസ്ഥയിൽ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവരുമായിട്ടുള്ള ആശയവിനിമയം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം? ചീഫ് സെക്രട്ടറിയാണ്, വേണുവായിരുന്നു ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയാണ് നേരിട്ട് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്കുൾപ്പെടെ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കാൻ അവസരം കൊടുത്ത് മേപ്പാടിയിൽ വെച്ച് ചർച്ച നടത്തി. അവർ 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവം ഞങ്ങളെ പലരെയും വേർതിരിച്ചു, ഇനി ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. 2, ഈ നഗരത്തിൽ നിന്ന് അധികം അകലെയാകരുത്, ഈ ഗ്രാമത്തിൽ നിന്ന് അധികം അകലെയാകരുത്. ഇത് വെച്ചുകൊണ്ടാണ് 25 എസ്റ്റേറ്റുകളുടെ ചിത്രം എടുത്തു. അതിൽ ഡോക്ടർ ജോൺ മത്തായി എന്ന് പറയുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി. അതിൽ 9 സ്ഥലങ്ങൾ അങ്ങനെ കണ്ടെത്തി. ആ 9 സ്ഥലങ്ങളിൽ മേപ്പാടി പഞ്ചായത്തുമായി ഏറ്റവും അടുത്ത ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അപർണ ചോദിച്ചതുപോലെ
വിദേശ പ്രവാസ ലോകം അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ സന്തോഷിക്കുകയും നമ്മളിങ്ങനെ ആഹ്ലാദിക്കുകയും സമാനതകളില്ലാത്ത വിധം നമ്മുടെ നാട്ടിൽ പുതിയ വ്യവസായങ്ങളും വികസനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർക്ക് മാത്രമല്ല നാടിനും കുടുംബത്തിനും കൂടി വേണ്ടി അധ്വാനിക്കാൻ തീരുമാനിച്ചു പ്രവാസികളായിട്ടുള്ള മനുഷ്യരുടെ വിയർപ്പും കണ്ണീരും ഒക്കെ കൂടിയതാണ് കേരളം. അവരെ ഒഴിവാക്കിയൊരു കേരളമില്ല. അതുകൊണ്ടാണ് ലോക കേരള സഭയിലേക്ക് കേരളം പോകുന്നത്. അവരുടേത് കൂടിയാണ് കേരളം. 3.5 കോടി ഇവിടെ താമസിക്കുന്ന മലയാളികളുടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളുടെ ആ സ്നേഹം ഈ ദുരന്തഘട്ടത്തിലും പ്രവാസികൾ സന്തോഷത്തോടെ അറിയിച്ചു. കഴിഞ്ഞ വലിയ ദുരന്തഘട്ടത്തിലൊക്കെ തകർന്ന് ഞങ്ങളിരിക്കുന്ന നേരത്ത് വിദേശത്ത് നിന്ന് വരുന്ന ഓരോ കോളിലും ഓരോ തേങ്ങലുണ്ടായിരുന്നു. അവർ ഞങ്ങളോട് കാണാതെ കരഞ്ഞും ഞങ്ങളോട് പറയാതെ പറഞ്ഞും നമുക്ക് ധൈര്യം തരികയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തിലെ നല്ല മനുഷ്യർ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള മലയാളി അവൻ്റെ ചില്ലറ തുട്ടുകൾ പോലും കൂട്ടിവെച്ച്, അത് ഇവിടെ മാത്രമല്ല, 2018 പ്രളയത്തിൽ, 2019 പ്രളയത്തിൽ, പക്ഷെ 2020 ആകുമ്പോൾ സ്ഥിതിവിശേഷമായി വ്യത്യസ്തമായി. ഈ കേരളത്തിൽ വരുമ്പോൾ ചില ആളുകളെങ്കിലും അപൂർവമായിട്ട് ഒക്കെ തമാശയ്ക്ക് പറയും ഒരു പട്ടിക്കാടാണല്ലോ. പട്ടിക്കാട് എന്നുള്ള പേര് പറയാൻ പാടില്ല, കാരണം എൻ്റെ മണ്ഡലത്തിലൊരു സ്ഥലമാണ് പട്ടിക്കാട്. പട്ടിക്കാട് ആണല്ലോ ഇതൊക്കെ എന്ന് പറയുന്നവർ പോലും മൂടി വന്നത് കോവിഡ് കാലത്ത് ഈ കേരളത്തിലേക്കാണ്. അതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. കേരളം ഇവിടെ ഒരു ഹൃദയം തുറന്നൊരു നാടവരെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ തേങ്ങലുണ്ടായാൽ പ്രവാസത്തറിയുന്നുണ്ട്. UK-യും USA-യും ഒക്കെ ഉൾപ്പെടെ, ഗൾഫ് നാടുകളും ഒക്കെ ഉൾപ്പെടെ അവിടുത്തെ പ്രവാസി മലയാളികൾ ആ ദുരന്തത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ കേരളത്തിൽ നൽകിയ കൈത്താങ് ഒരിക്കലും മറക്കാനാകില്ല. ഹൃദയത്തിൽ തൊട്ട് അവരോടൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ. ആ നന്ദിയല്ല, അവരുടെ കൂടി ഉത്തരവാദിത്തമായി അവർ ഏറ്റെടുത്തു. പക്ഷേ കയ്യഴിഞ്ഞ സഹായമാണ് കാര്യം.